ഹലോ, ഇന്ന് നമുക്ക് ഷൂറാക്ക് എങ്ങനെ നല്ല ഓർഗനൈസ് ചെയ്ത് അടുക്കി പെറുക്കി നല്ല വൃത്തിയാക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പേപ്പറുകൾ വിരിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഷൂറാക്കിലുള്ള ഷൂസ് എല്ലാം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് പഴയ ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയാലും മതി. അപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അവരും എന്നെ സഹായിക്കാൻ വേണ്ടി കൂടി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷൂറാക്കിലുള്ള ഷൂസ് എല്ലാം എടുത്ത് ഒന്ന് പേപ്പറിലോട്ട് വെക്കാം. ഇത് മക്കൾ ചെയ്തതുകൊണ്ട് അവർ പേപ്പർ കുറച്ച് അടുപ്പിച്ചായിട്ട് പോയത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ദൂരെ ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഷൂസ് എല്ലാം ആദ്യം തന്നെ എടുത്ത് നമുക്ക് മാറ്റാം. ഇത് കണ്ടില്ലേ, എല്ലാവരുടെയും ഷൂസ് എല്ലാം വെച്ച് രണ്ടുപേരും കൂടി നോക്കി അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. എന്താ ഇനി ചെയ്യണ്ടേന്ന് അറിയാൻ വയ്യാത്ത പോലെ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ ഷൂറാക്ക് ഒരു സാനിറ്റൈസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസിൻഫെക്റ്റൻറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാം. അപ്പം ഗ്ലൗസ് ഇടാൻ നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി ഓർഗനൈസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഷൂസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് ഭാഗവും വേണം, മേലത്തെ ഭാഗവും താഴെയും വേണം. നമുക്ക് ആ ബോക്സ് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ബോക്സിൻ്റെ താഴെ ഭാഗം, അതായത് ഒരു വശം നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും മുറിച്ചെടുക്കുക. അതായത് ഓപ്പൺ ആക്കി എടുക്കണം എന്നർത്ഥം. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. കുറച്ച് എന്താ പറയുക, മൂർച്ചയുള്ള കത്രിക ഉപയോഗിച്ച് വേണം മുറിക്കുക, ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൻ്റെ സൈഡ് എങ്ങാനും പൊളിഞ്ഞു പോവുകയാണെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് നല്ല വൃത്തിക്ക് എടുക്കണം. അപ്പം ഒരുവിധപ്പെട്ട ബോക്സെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ കട്ടിയിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇനി നമുക്കിത് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക്, നമ്മുടെ ഷൂറാക്കിൻ്റെ അകത്തേക്ക് വെക്കാം. ഇതുപോലെ നമുക്ക് എത്ര ബോക്സസ് ഉണ്ടോ അത്രയും നമുക്ക് അടുക്കി വെക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഷൂ വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് വെക്കാം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കാണും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷൂ ബോക്സിൻ്റെ അകത്തും അതിൻ്റെ മുകളിലും നമുക്ക് ഷൂസ് അടുക്കി നീറ്റാക്കി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്പേസും കിട്ടും. ഒരേ ലൈനിൽ വെക്കുന്നതിന് പകരം ഇപ്പം നമുക്ക് 2 ലൈനിലായിട്ട് നമ്മുടെ ഷൂസ് എല്ലാം വെക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് വൃത്തിയായിട്ട് അടുക്കി വെക്കാൻ പറ്റും. നമ്മളുടെ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ. ഏറ്റവും ആദ്യം ഈ ഐഡിയാസൊക്കെ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഷൂ ഓർഗനൈസർ വാങ്ങിച്ചിരുന്നു. അതും ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. ഇതാണ് സംഭവം. ഇതും ഒരു സ്പേസ് സേവിങ് സംഭവം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഒരു പെയറായിട്ടേ വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെയ്ത ആ ഒരു ഷൂ ബോക്സിൻ്റെ ഓർഗനൈസറിൻ്റെ അകത്ത് ഞാൻ 8 പെയർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഇത് 5 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ആ 5 പെയർ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ലൈനിൽ നമുക്ക് ഓരോ പെയേഴ്സ് വീതം മാത്രമേ ഇതിൽ വെക്കാൻ പറ്റൂ. കണ്ടോ, അതിൻ്റെ തന്നെ പെയറേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെയോ ആ ഷൂ ബോക്സിൻ്റെ മേളിലത്തെ ആ ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ 2 ഷൂസ് തമ്മിലുള്ള ഗ്യാപ്പിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അഴുക്ക് തമ്മിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതും ചെയ്യാം. ഇതെന്താ സാധനം ഒന്ന് മനസ്സിലായല്ലോ? സിലിക്ക ജെല്ലാണ്. നമ്മൾ ഈ ബോട്ടിൽസും അതും ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ, അതെല്ലാം ഈ ഷൂറാക്കിൻ്റെ ഇടയിൽ കൂടി ഇട്ടെടുത്താൽ ഈർപ്പം വലിച്ചെടുക്കാനും നമ്മളുടെ ഈ സ്മെല്ലെല്ലാം മാറ്റി കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത ഒരു അടിപൊളി ടിപ്പാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗമില്ലാത്തൊരു സോക്സ് എടുക്കാം. അതായത് പെയർ ഇല്ലാത്തതോ അങ്ങനെ ഏതെങ്കിലും ഒരു സോക്സ് എടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ നന്നായിട്ട് ചുരുട്ടി എടുത്തിട്ട് നമുക്ക് ആ ഷൂറാക്കിൽ വെക്കാനുള്ള ഈസിക്ക് വേണ്ടിയാണ് ഞാൻ ചുരുട്ടി എടുത്തത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഒരു എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഒരു റൂം ഫ്രഷ്നറോ എന്തെങ്കിലും ഒരു ഫ്രാഗ്രൻസ് സ്മെല്ലുള്ളൊരു സംഭവം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഷൂറാക്കിൻ്റെ ഇടയിൽ ഇതുപോലെ വെക്കുക. ഷൂറാക്കിൻ്റെ നമ്മുടെ ആ ഓർഗനൈസർ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു സ്മെല്ല് ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. നമ്മുടെ ആ ഷൂറാക്കിൻ്റെ അകത്ത് നമുക്ക് ബാഡ് സ്മെല്ലൊന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പം നമ്മുടെ ഷൂറാക്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മിയാക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടില്ലേ മുഖത്തെ സന്തോഷം. അപ്പം നിങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.